വർഷാവർഷം 20 ദശലക്ഷം ടണ്ണിലധികം സൺഫ്ലവറിലാണ് ലോകമെമ്പാടും ഉപയോഗിക്കുന്നത്. വീടുകളിലെ കൊച്ചടുക്കളകൾ മുതൽ അതിബൃഹത്തായ ഭക്ഷ്യവ്യവസായ ശൃംഖലയുടെ ആണിക്കല്ല് വരെ ഈ സ്വർണ്ണദ്രാവകം നിറഞ്ഞു നിൽക്കുന്നു. ഓരോ സെക്കൻഡിലും ഏകദേശം 650 ലിറ്റർ എണ്ണ ലോകത്ത് എവിടെയെങ്കിലും ഉപയോഗിക്കപ്പെടുന്നു. കൂടാതെ ആഗോള വിപണി $23 ബില്യൺ മൂല്യമുള്ള ഒരു നിശബ്ദ ഭീമനായി നിലകൊള്ളുന്നു. പല രാജ്യങ്ങളിലും ഇത് ഒരു അത്യാവശ്യ ഘടകമാണ്. സൂപ്പർമാർക്കറ്റ് ഷെൽഫുകളിലെ ഇതിന്റെ സ്ഥാനം അതീവ ശക്തമാണ്. സൂര്യനെ ലക്ഷ്യമാക്കി തിരിയുന്ന ഒരു പൂവിന്റെ വിത്തുകൾ ലോകത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന എണ്ണകളിലൊന്നായി മാറുന്നതിന്റെ കഥ അവിശ്വസനീയമാണ്. വിത്ത് വിളവെടുപ്പ് മുതൽ ആകർഷകമായ അന്തിമ പാക്കേജിംഗ് വരെ സൺഫ്ലവർ ഓയിലിന്റെ ഉൽപാദനത്തിന്റെ ഓരോ ഘട്ടവും നമുക്ക് ഈ വീഡിയോയിലൂടെ വിശാലമായി കാണാം. വിശാലമായ കൃഷിയിടങ്ങളിൽ സൂര്യകാന്തി ചെടികളുടെ നിരകളിൽ നിന്നാണ് ഈ യാത്രയുടെ ആദ്യ തുടക്കം. ഈ മനോഹരമായ സസ്യങ്ങൾ വെറും കാഴ്ചയ്ക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, അവ യഥാർത്ഥത്തിൽ എണ്ണയുടെ ജൈവ ഫാക്ടറികളാണ്. മാസങ്ങളോളം സൂര്യപ്രകാശവും വെള്ളവും മണ്ണിലെ പോഷകങ്ങളും ആഗിരണം ചെയ്യുന്ന ഈ ചെടികൾ തങ്ങളുടെ ഊർജം വിത്തുകളിൽ അതീവ ശ്രദ്ധയോടെ കേന്ദ്രീകരിക്കുന്നു. വിളവെടുപ്പ് സമയം നിർണായകമാണ്. പൂക്കളുടെ വലിയ തലകൾ ഉണങ്ങി കടും തവിട്ട് നിറമാവുകയും ഭാരം കാരണം നിലത്തേക്ക് ചായുന്ന അവസ്ഥയിൽ വിത്തുകൾ പാകമായി എന്നതാണ് സൂചന. ട്രാക്ടറുകളും കമ്പൗണ്ട്സും ചിട്ടയോടെ വയലുകളിലൂടെ നീങ്ങി സൂര്യകാന്തിയുടെ തലകൾ മുറിച്ചെടുക്കുകയും വിത്തുകളും മറ്റ് സസ്യ അവശിഷ്ടങ്ങളിൽ നിന്ന് വേർതിരിക്കുകയുമാണ് ചെയ്യുന്നത്. ചെറിയ വിത്തുകളുടെ ഒരു കൂട്ടമാണ് ഇതിലൂടെ ലഭിക്കുക. വിളവെടുത്ത ഉടൻ വിത്തുകൾ സംസ്കരണ ഫാക്ടറികളിലേക്ക് യാത്രയാക്കുന്നു. ലോഡുമായി എത്തുന്ന ട്രക്കുകൾ അളവുകോലിലാണ് ആദ്യം എത്തുന്നത്. സംസ്കരണത്തിന് മുമ്പ് അവ ശുചീകരണ പ്രക്രിയകളിലൂടെ കടന്നു പോകണം. വൈബ്രേറ്റിംഗ് സെർവിക്സും വാക്വം ക്ലീനറും വലിയതും ചെറുതുമായ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു. തുടർന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമായ തൊലി നീക്കം ചെയ്യലിലേക്ക് പോകുന്നു. നാരുകളാൽ സമ്പന്നമാണെങ്കിലും എണ്ണ കുറവായ പുറംതൊലി വേർതിരിച്ചെടുക്കുമ്പോൾ കാര്യക്ഷമത വളരെയധികം കുറയുന്നു. അതിനാൽ തന്നെ ഡീഹള്ളിംഗ് മെഷീനുകളിലൂടെ വിത്തുകൾ കടന്നു പോകുമ്പോൾ ആഘാതത്തിലൂടെയോ ഘർഷണത്തിലൂടെയോ തൊലികൾ പൊട്ടുന്നു. വാക്വം സിസ്റ്റം ഉപയോഗിച്ച് എണ്ണ കൂടുതൽ കാമ്പുകളെ ഭാരം കുറഞ്ഞ തൊലികളിൽ നിന്ന് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ തൊലികൾ പാഴാക്കാതെ ഫാക്ടറിയിലെ ഊർജം നൽകാനോ മൃഗത്തീറ്റക്കായോ ഉപയോഗിക്കാനാണ് വിൽക്കുന്നത്. വൃത്തിയാക്കി തയ്യാറാക്കിയ വിത്തുകൾ അടുത്ത ഘട്ടത്തിനായി ഒരുങ്ങുന്നു. എണ്ണ വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി അവ വലിയ റോളറുകളിലേക്കോ മിൽസുകളിലേക്കോ പൊടിക്കപ്പെടുന്നു. ഈ പ്രക്രിയ വിത്തുകളുടെ കോശഭിത്തികൾ തകർക്കുകയും എണ്ണയുടെ ഒഴുക്ക് എളുപ്പമാക്കുകയും ചെയ്യുന്നു. തൽഫലമായി ഉണ്ടാകുന്ന പിണ്ഡം കുക്കിങ്ങിനോ അല്ലെങ്കിൽ കണ്ടീഷനിങ് എന്ന പ്രക്രിയയിലേക്ക് പോകുന്നു. നിയന്ത്രിതമായ താപനിലയിൽ ഇളക്കുന്ന വലിയ ടാങ്കുകളിൽ ഇത് ചൂടാക്കുന്നു. തുടർന്ന് പ്രക്രിയയുടെ ഹൃദയഭാഗത്തേക്ക് നമ്മൾ എത്തുന്നു: എണ്ണ വേർതിരിച്ചെടുക്കൽ. ആധുനിക വ്യവസായത്തിൽ 2 പ്രധാന രീതികളാണ് സംയോജിത രൂപത്തിൽ ഉപയോഗിക്കുന്നത്. ഒന്നാമതായി മെക്കാനിക്കൽ പ്രഷറിംഗ്. ചൂടുള്ള പിണ്ഡം എക്സ്പെല്ലർ പ്രോസസ് എന്നറിയപ്പെടുന്ന കണ്ടിന്യൂസ് സ്ക്രൂ പ്രഷറിലേക്ക് നൽകുന്നു. ഭീമാകാരമായ ഒരു സ്ക്രൂ സുഷിരങ്ങളുള്ള സിലിണ്ടറിനുള്ളിൽ കറങ്ങുമ്പോൾ മർദ്ദം വർദ്ധിച്ച് ചെറിയ ദ്വാരങ്ങളിലൂടെ എണ്ണയെ പുറത്തേക്ക് തെറിപ്പിക്കുന്നു. ഇതാണ് ക്രൂഡ് ഓയിൽ. പ്രസ് കേക്ക് എന്നും ഇതിനെ വിളിക്കപ്പെടുന്നു. ഈ പ്രസ് കേക്ക് എന്ന് വിളിക്കപ്പെടുന്ന ഖരവസ്തുക്കളിൽ ഇപ്പോഴും എണ്ണയുടെ അംശങ്ങൾ ഒരുപാടുണ്ടാകും. പരമാവധി എണ്ണ വേർതിരിച്ചെടുക്കുന്നതിനായി പ്രസ് കേക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുന്നു: സോൾവെന്റ് എക്സ്ട്രാക്ഷൻ. എണ്ണകളെ ലയിപ്പിക്കാൻ കഴിവുള്ള പെട്രോളിയം ഡെറിവേറ്റായ ഹെക്സനാണ് സാധാരണയായി ഇതിന് ഉപയോഗിക്കുന്ന സോൾവെന്റ്. പ്രസ് കേക്ക് ഒരു ഹെക്സാക്ടറിൽ വെക്കുകയും കണ്ടർ കറന്റായി ഹെക്സൻ ഉപയോഗിച്ച് ഇത് കഴുകുകയും ചെയ്യുന്നു. സോൾവെന്റിൽ അവശേഷിക്കുന്ന എണ്ണയെ ലയിപ്പിച്ച് അത് കൂടെ കൊണ്ടുപോകുന്നു. എണ്ണ നീക്കം ചെയ്ത മീൽ ഉണക്കി ഉയർന്ന മൂല്യമുള്ള പ്രോട്ടീൻ ഉൽപ്പന്നമായി മൃഗത്തീറ്റ വ്യവസായത്തിന് നൽകുന്നു. എണ്ണ ഹെക്സനെയും അടങ്ങിയ മിശ്രിതമായ മിസൈൽസ് ഒരു ഡിസ്റ്റിലറിലേക്ക് പോകുന്നു. ഹെക്സന് എണ്ണയേക്കാൾ കുറഞ്ഞ തിളനില ആയതിനാൽ തന്നെ ചൂടാക്കുമ്പോൾ അത് എളുപ്പത്തിൽ ബാഷ്പീകരിക്കപ്പെട്ട് വേർതിരിക്കപ്പെടുന്നു. ഡിസ്റ്റിലറിൽ അവശേഷിക്കുന്നത് അസംസ്കൃത എണ്ണയാണ്. പ്രസ്സിംഗിൽ നിന്നും സോൾവെന്റ് എക്സ്ട്രാക്ഷനിൽ നിന്നും ലഭിച്ച എല്ലാ എണ്ണയും സംയോജിപ്പിച്ച ശേഷം മാലിന്യങ്ങൾ നീക്കം ചെയ്യാനായി ശുദ്ധീകരണ പ്രക്രിയകളിലൂടെ കടന്നു പോകുന്നു. ആദ്യഘട്ടം ഡെഗ്യൂമിംഗ് ആണ്. വെള്ളത്തിലോ ദുർബലമായ ആസിഡിലോ കലർത്തി ചൂടാക്കിയ ശേഷം സെൻട്രിഫ്യൂഗേഷൻ വഴി അത് വേർതിരിക്കുന്നു. തുടർന്ന് ആൽക്കലൈൻ സൊല്യൂഷൻ
കോസ്റ്റിക് സോഡ ഉപയോഗിച്ച് എണ്ണ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് അസിഡിറ്റിക്കും അനാവശ്യ രുചിക്കും കാരണമായ ഫാറ്റി ആസിഡുമായി പ്രവർത്തിച്ച് അവയെ സോപ്പ് സ്റ്റോക്ക് എന്ന സോപ്പാക്കി മാറ്റുന്നു. അതിവേഗ സെൻട്രിഫ്യൂജ് ഈ സോപ്പിനെ എണ്ണയിൽ നിന്ന് വേർതിരിക്കുന്നു. എണ്ണ ന്യൂട്രലൈസേഷൻ ചെയ്ത ശേഷം കടുത്ത മഞ്ഞ നിറം മാറ്റാനായി ബ്ലീച്ചിങ് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ നടത്തുന്നു. എണ്ണ ചൂടാക്കി ആക്ടിവേറ്റഡ് ക്ലൈസും അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് ചാർക്കോളും എന്നിവയുമായി കലർത്തുകയാണ് ചെയ്യുന്നത്. ഈ വസ്തുക്കൾ നിറമുള്ള പിഗ്മെന്റുകളെയും മാലിന്യങ്ങളെയും അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇവക്ക്. ഫിൽട്ടറുകളിലൂടെ കടത്തിവിടുമ്പോൾ കളിമണ്ണ് നിലനിർത്തപ്പെടുകയും വ്യക്തമായ നിറമുള്ള എണ്ണ ലഭിക്കുകയും ചെയ്യുന്നു. ശുദ്ധീകരണത്തിലെ അവസാനത്തേതും പ്രധാനപ്പെട്ടതുമായ ഘട്ടം ഡിയോഡറൈസേഷൻ ആണ്. ക്ലാരിഫൈ ചെയ്ത എണ്ണ ഉയർന്ന താപനിലയിൽ വാക്വം അവസ്ഥയിൽ ചൂടാക്കുന്നു. വാക്വം ദുർഗന്ധത്തിനും രുചിക്കും കാരണമാകുന്ന വോളറ്റൈൽ കോമ്പൗണ്ട്സിന്റെ തിളനില കുറയ്ക്കുകയും നീരാവി കാരണം ഈ സംയുക്തങ്ങളെ എണ്ണയിൽ നിന്ന് വലിച്ചെടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയ അവശേഷിക്കുന്ന എക്സന്റെയും കീടനാശിനികളുടെയും അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നു. വേർതിരിച്ചെടുക്കൽ, ശുദ്ധീകരണം, റിഫൈനിങ് എന്നിവയുടെ സങ്കീർണമായ പാതയിലൂടെ കടന്നുപോയ ശേഷം സൺഫ്ലവർ ഓയിൽ ഉപയോഗത്തിനായി തയ്യാറാണ്. ക്വാളിറ്റി കൺട്രോൾ ലബോറട്ടറിയിൽ നിന്നും നിറം, രുചി, ദുർഗന്ധം, അസിഡിറ്റി, പ്രോക്സൈഡ്സ് തുടങ്ങിയ പാരാമീറ്റേഴ്സിനെ കർശനമായി പരിശോധിക്കുന്നു. ലബോറട്ടറിയുടെ അംഗീകാരത്തിന് ശേഷം മാത്രമേ എണ്ണ പാക്കിങ്ങിനായി പുറത്തേക്ക് എത്തുകയുള്ളൂ. ഓട്ടോമേറ്റഡ് മെഷീൻസ് കൃത്യതയോടെ PET പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ഉപയോഗിച്ചുള്ള കുപ്പികളിൽ എണ്ണ നിറക്കുന്നു. അടപ്പുകൾ ഉറപ്പിച്ച് പോഷക വിവരങ്ങളും കാലഹരണ തീയതിയും ഉൾക്കൊള്ളുന്ന ലേബിൾസ് പതിപ്പിക്കുന്നു. തുടർന്ന് കുപ്പികൾ ബോക്സുകളിലാക്കി പില്ലറ്റ്സുകളിലാക്കുകയും ലോജിസ്റ്റിക് സെന്ററുകളിലേക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്കും ഒടുവിൽ ഉപഭോക്താക്കളുടെ അടുക്കളകളിലേക്കും വിതരണം ചെയ്യാൻ തയ്യാറാകുന്നു. സൺഫ്ലവർ ഓയിൽ എങ്ങനെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ.